60ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയേറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ജീവൻ ബാബു പതാക ഉയർത്തി. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും സന്നിഹിതരായിരുന്നു. ഔദ്യോഗിക ഉദ്ഘാടനം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. നടൻ ജയസൂര്യ മുഖ്യാതിഥിയായി. മോഹിനിയാട്ടവും കോൽക്കളിയും ഉൾപ്പെടെ ജനകീയ ഇനങ്ങളാണ് ആദ്യ ദിനം അരങ്ങിലെത്തുന്നത്. 28 വർഷത്തിനു ശേഷം ആതിഥേയത്വം വഹിക്കുന്ന കലാമേളയ്ക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് കാസർഗോഡ് നടത്തിയിരിക്കുന്നത്. പ്രധാന വേദിയിൽ നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഉദ്ഘാടന ചടങ്ങ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? നേരത്തെ അത് പുരോഗമിക്കുകയായിരുന്നു. അത് സംബന്ധിച്ച വിവരങ്ങൾ എന്താണ്? ഒപ്പം തന്നെ ജനപ്രിയ കലകൾ ഇന്ന് കാഴ്ചക്കാർക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു. കലോത്സവ നഗരിയിൽ നിന്നുള്ള കാഴ്ചകൾ എന്തെല്ലാമാണ് നിഖിൽ? ഉദ്ഘാടന ചടങ്ങ് ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഉദ്ഘാടന ചടങ്ങ് ഔപചാരികമായി പൂർത്തിയാക്കിയപ്പോൾ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ 24ന്റെ ഈ കലോത്സവ നഗരിയിൽ ഒരുക്കിയിട്ടുള്ള പവലിയൻ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. 3 മന്ത്രിമാരും ഒപ്പം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും ചേർന്നാണ് നമ്മുടെ കലോത്സവ പവലിയൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. 24നെ സംബന്ധിച്ച ആദ്യ കലോത്സവം എന്ന് തന്നെ പറയാനാകുന്ന ഒരു കലോത്സവമാണ്. വളരെ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയാണ് 24 ഇത്തവണ തങ്ങളുടെ കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. വലിയ വിപുലമായ ഒരുക്കങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി 24ന്റെ ആദ്യത്തെ കലോത്സവം പ്രേക്ഷകരിലേക്ക് എത്താൻ പോവുകയാണ്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. 3 മന്ത്രിമാർ ഒപ്പം പി ശ്രീരാമകൃഷ്ണൻ ബഹുമാന്യനായ സ്പീക്കർ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ പവലിയൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അകത്തേക്ക് പോടാ. തെറ്റാണോ? റൈറ്റ്. 60ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അറുപതാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമായിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത്. ഇപ്പോൾ സ്പീക്കർ 24ന്റെ പവലിയൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരികെ എത്താം. 60ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയേറിയിരിക്കുന്നു. കാസർഗോഡ് ഇനി കലയുടെ കാഴ്ചകളായിരിക്കും മുഴുവൻ. സ്പീക്കറാണ് ഉള്ളത്. അനുജയിലേക്ക്. ഈ കലോത്സവം ഏറ്റവും വലിയ ആഘോഷമാക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. TTS അടക്കമുള്ളത് ഇന്നലെ മുതൽ പ്രേക്ഷകരിലേക്ക് അത് എത്തുകയും ചെയ്തു. ഇന്ന് ഇപ്പോൾ നമ്മുടെ പവലിയന്റെ ഉദ്ഘാടനം, ഔദ്യോഗിക ഉദ്ഘാടനം സ്പീക്കർ തന്നെ നിർവഹിച്ചിരിക്കുകയാണ്. നമ്മൾ ഏറെ അതിൽ അദ്ദേഹത്തോട് ആദരവ് ഉള്ളവരുമാണ്. സ്പീക്കർ എന്താണ് ഈ കലോത്സവം നടക്കുന്നത് കാഞ്ഞങ്ങാടാണെങ്കിലും ഒരു പക്ഷേ ലോകത്താകമാനമുള്ള മലയാളികൾ ആവേശത്തോടു കൂടിയും ആകാംക്ഷയോടു കൂടിയും ഇത് കാണാൻ കൊതിച്ച് കാത്തിരിക്കുന്നതെന്നൊരു വസ്തുതയാണ്. ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ വീടുകളിലും ഇപ്പോൾ ഇത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു കാഴ്ച വീടുകളിലേക്ക് എത്തിക്കാനുള്ള ഇത്രയും സാങ്കേതിക തികവാർന്ന രീതി സ്വീകരിച്ച 24നെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഇത് മത്സരങ്ങളുടെയും അപ്പീലുകളുടെയും പ്രളയമാകാതെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ സർഗഭാവങ്ങളെ മുഴുവൻ പുറത്തെത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം എങ്ങനെ നടത്താൻ കഴിയട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മത്സരത്തിൽ വിജയിക്കുന്നത് മാത്രമല്ല, മത്സരത്തിൽ നല്ല പെർഫോമൻസ് നടത്തുന്നതാണെങ്കിൽ ആ വൈവിധ്യങ്ങളാകെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്തുണ്ടാകും. മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിൽ ആവിഷ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കും. താങ്കൾ ഈ ഒരുപാട് വിദ്യാർത്ഥി കാലം മുതൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാണ്, ഒപ്പം തന്നെ കലാപ്രവർത്തനത്തിലും സജീവമാണ്. താങ്കൾ അല്പസമയം മുൻപ് കവിതാ പാരായണം നടത്തുന്നതൊക്കെ പ്രേക്ഷകരൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കുട്ടികൾക്കൊരു പ്രചോദനമാകത്തക്ക രീതിയിലേക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് പ്രചോദനമാകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ മനസ്സിൻ്റെ മതിലുകളെല്ലാം ഇടിച്ചു കളയുന്ന ഒരു സംഗതിയാണ് കല എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ സന്ദേശം ഞാൻ കൊടുത്തു നോക്കും. ഞാനൊരു കലാകാരനല്ല, പക്ഷെ ബന്ധത്തിനും പ്രസംഗത്തിനൊക്കെ പങ്കെടുത്തു. അതൊരു ഹരമായിരുന്നു. അതിൽ വിജയിച്ചോ തോറ്റോ എന്നുള്ളത് നോക്കാതെ ഈ സ്കൂൾ കലോത്സവങ്ങളിലെ പങ്കാളിത്തം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ കലോത്സവത്തിൻ്റെ വേദിയിൽ അത് എത്ര ചെറുതായാലും വലുതായാലും എത്തുമ്പോൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നൊരു അനുഭവം തന്നെയാണ് തോന്നാറുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ സാംസ്കാരിക തനിമകളുടെ ഒരു മഹോത്സവമാണ്. ഒരുപക്ഷെ എല്ലാം ഉള്ളൊരു ഉത്സവം മാത്രമാണ്. ആ നിലയിൽ വളരെ വളരെ ആഹ്ലാദകരമായൊരു സംഗതിയാണ്.
തീർച്ചയായും അത്തരത്തിൽ മത്സരങ്ങളുടെ ഒരു വേദിയായി മാറാതെ ഒരു ആരോഗ്യകരമായ രീതിയിലേക്ക് ഈ എല്ലാത്തരം കലോത്സവങ്ങളെയും എടുക്കണമെന്ന വലിയൊരു സന്ദേശമാണ് ഇപ്പോൾ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നൽകിയിരിക്കുന്നത്. താങ്ക് യു സർ. മുനിസിപ്പൽ ചെയർമാൻ ശ്രീ രമേശൻ കൂടിയുണ്ട്. കാസർഗോഡ് കളിയാട്ടങ്ങളുടെ നാടാണ്, തെയ്യത്തിൻ്റെ നാടാണ്. ഇത് പെരുങ്കളിയാട്ടമായിരിക്കും. കാസർഗോഡ് കേരളത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും പ്രാവശ്യത്തെ ഈ 60ാമത് കലോത്സവം. എല്ലാ 60ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയേറിയിരിക്കുന്നു. 24ന്റെ പവലിയൻ ഇപ്പോൾ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കലോത്സവമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനുള്ള തെളിവാണ് ഈ കാണുന്നത്. ഇതുവരെയുള്ള ഏത് കലോത്സവത്തിലും ഇങ്ങനെ ഉദ്ഘാടന സെഷനിൽ ഇത്ര ജനപ്രാബല്യം ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം തൽക്കാലം പറയുക. പവലിയൻ ഉദ്ഘാടനം 24ന്റെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് 24 ഒരുക്കിയിട്ടുള്ള പവലിയന്റെ ഉദ്ഘാടനം അല്പസമയം മുമ്പ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടിയായിരിക്കും ഇത്തവണ കലോത്സവ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തുക. TTS സംവിധാനത്തിന്റെ അടക്കം സഹായത്തോടുകൂടിയാണ് പ്രേക്ഷകരിലേക്ക് കലോത്സവ കാഴ്ചകൾ 24 എത്തിക്കാനൊരുങ്ങുന്നത്. ഇപ്പോൾ നിഖിൽ പ്രമേഷ് കൂടി നമ്മളോടൊപ്പം വിവരങ്ങളുമായുണ്ട്. നിഖിൽ, വലിയ ആവേശലഹരിയിലേക്ക്, കലോത്സവ ലഹരിയിലേക്ക് കാസർഗോഡുകാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ തിരക്ക് തന്നെ ആദ്യ ദിനത്തിൽ അവിടെ അനുഭവപ്പെടുന്നുമുണ്ട്. എന്താണ് കാഴ്ചകൾ? ഇപ്പോൾ നമ്മുടെ വേദിയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ സന്ദർശിക്കുന്ന ഈ സംസ്ഥാന കലോത്സവത്തിൻ്റെ നമ്മൾ പ്രത്യേകം ഒരുക്കിയിട്ടുള്ള പവലിയൻ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് സന്ദർശിക്കുകയാണ്. ഉദ്ഘാടന കർമ്മം അദ്ദേഹം അങ്ങോട്ടേക്ക് കയറും. അതിനു മുമ്പ് രവീന്ദ്ര മാഷുമായി നമുക്ക് സംവദിക്കാം. മാഷ് തൃശ്ശൂർ കലോത്സവത്തിന് പാട്ട് പാടിയ ഓർമ്മ എനിക്കുണ്ട്. ഇപ്പോൾ ഒരു 2 വരി കാസർഗോഡുകാർക്ക് വേണ്ടി 2 വരി മാഷ് പ്ലീസ്. കലോത്സവം കൂടി പറഞ്ഞു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. അടുത്തൊരു ക്ലാപ്പ് കൊടുക്കാൻ നമ്മൾ എല്ലാവർക്കും, നമ്മുടെ ഗ്രൂപ്പ് മെമ്പർമാർക്ക്. മാഷേ, ഒറ്റക്കാര്യം, PCR-ൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് മാഷ് നിർവഹിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരുപക്ഷെ കലോത്സവ മാനുവലിൻ്റെ പരിഷ്കാരം നടപ്പിലാക്കിയ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളത് ഒരുപക്ഷെ വിദ്യാഭ്യാസ കലോത്സവ ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു കാര്യമാണ്. അതിനു മുൻപും ഇപ്പോഴുമുള്ള കലോത്സവത്തിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ച് മാഷ്ക്ക് വളരെ കൃത്യമായി, വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത ഇടപെട്ട മന്ത്രി എന്നുള്ള നിലയിൽ മാഷ് എങ്ങനെ പറയുന്നത്? കലോത്സവം കൂടുതൽ ജനകീയമായി എന്നുള്ളതാണ് ഈ കലോത്സവ മാനുവൽ പരിഷ്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ആ കലോത്സവ പരിഷ്കരണത്തിൻ്റെ ദർശനം തന്നെ അതായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ജനകീയമാകണം. മത്സരം എന്ന സങ്കല്പത്തിൽ നിന്നും ഉത്സവം എന്ന സങ്കല്പത്തിലേക്ക് വരണം. അവിടെ അത് ജനകീയമായേ തീരൂ. അതുകൊണ്ടാണ് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എങ്കിലും ഇപ്പോഴും ചില കുറവുകൾ നമുക്ക് കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അനുഭവം വെച്ച് ഈ വർഷം അത് കുറേ കൂടി മെച്ചപ്പെടും, യഥാർത്ഥ ഉത്സവമായി മാറുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാനുവൽ പരിഷ്കരണത്തിൻ്റെ ദർശനത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനത്തെയും നമുക്ക് കൊണ്ടുപോകാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാവരും കൂടി പാഠമായെടുത്ത് നികത്തി അടുത്ത ഇതിൽ കുറേ കൂടി നല്ല ഉത്സവമാക്കി മാറ്റാൻ കഴിയണം. ഏതായാലും ഒരു വലിയ ജനകീയ പരിഷ്കരണം പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ നടക്കുള്ളൂ. പക്ഷേ അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം.
24 പ്രേക്ഷകരോട് ഞങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, അതായത് കാക്കനാട് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്നും ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെ ഡോക്ടർ അരുൺ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി തത്സമയം നടത്തുന്ന ഒരു TTS സംവിധാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ കടന്നപ്പള്ളി, അതായത് നമ്മുടെ മന്ത്രിസഭയിലെ കലാകാരനായ കടന്നപ്പള്ളി കൂടി വേദിയിലെത്തിയിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങളോടുകൂടിയാണ് നടത്തുന്നത്. അപ്പം ഈ ഘട്ടത്തിൽ ഏറ്റവും സാങ്കേതിക വിദ്യയുടെ തികവിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കുന്നത്. നമ്മുടെ മന്ത്രി കടന്നപ്പള്ളിയും കൂടി രാജഗോപാൽ നമ്മുടെ PCR-ൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം. അതുപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ കോൺടെസ്റ്റ് കൂടി നടത്തുന്നുണ്ട്. നമ്മുടെ 24 ഓൺലൈൻ വിഭാഗം കലോത്സവത്തിൻ്റെ വ്യത്യസ്തമായ ദൃശ്യങ്ങൾ ആർക്കു വേണമെങ്കിലും അയക്കാൻ പറ്റുന്ന ഒരു കോൺടെസ്റ്റ്, അതായത് എല്ലാവരും ഇതിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ പങ്കാളികളാവുന്ന അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാം പങ്കാളികളാവുന്ന ഒരു പരിപാടിയാണ്. കടന്നപ്പള്ളി കൂടി സംസാരിക്കുകയാണ്. കണ്ണൂരുകാരൻ, മന്ത്രിസഭയിലെ പിണറായി മന്ത്രിസഭയിലെ കലാകാരൻ. കടന്നപ്പള്ളി സംസാരിക്കുന്നതിന് മുമ്പ് ഒരു പാട്ടായിരിക്കും നന്നാവുക ആദ്യം. അതാണ് അതിൻ്റെ ഒരു മാഷ്ക്ക് പോവേണ്ടതുണ്ട്. രവീന്ദ്രൻ മാഷ് തിരക്കിലാണ്, മാഷ് പോവുകയാണ്. നന്ദി മാഷ്, ഇത്രയും തിരക്കിനിടയിലും നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിൽ. കടന്നപ്പള്ളിയുടെ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് രാജഗോപാൽ അദ്ദേഹവും പോവുകയാണ്. അപ്പം കടന്നപ്പള്ളിയുടെ ഒരു പാട്ട്, നല്ലൊരു പാട്ട്. നിങ്ങൾ നന്നായിട്ട് പാടുമല്ലോ. ഏത് പാട്ട് പാടണമെന്ന സംശയത്തിലാണ്, കാരണം ഒരുപാട് പാട്ടുകളുടെ സ്റ്റോക്ക് ഉണ്ട്. എന്തായാലും സന്തോഷം പകരുന്ന ഒരു പാട്ട്. കേരളം അല്ലല്ല, ഏതാണ്? ഓക്കെ, ഗുഡ്. ചെറിയൊരു ജന്മം കൂടി തരൂ എനിക്ക്. സ്ഥിരം പാട്ടാണ്. ഏതാ പാട്ടെന്ന് ഞാൻ പറയുന്നില്ല. പ്രേക്ഷകർ നിരവധി തവണ കണ്ടു പരിചയമുള്ള കടന്നപ്പള്ളിയുടെ പാട്ട്. നിങ്ങൾ മറ്റേ പാട്ട് എടുത്തില്ല, അത് പാടിയില്ല, അത് വേണ്ടല്ലോ, അത് ആവർത്തിക്കണ്ടല്ലോ. ഉദ്ഘാടന ചടങ്ങിൽ പാടിയ പാട്ട് വേണമോ എന്നാണ് ചോദിക്കുന്നത്. പ്രേക്ഷകർക്ക് പുതിയ പാട്ടാണ് താല്പര്യം. അത് മതി, അത് മതിയോ? ഏത് അതാണ് എൻ്റെ ദൈവമേ. ശരി, എൻ്റെ മാന്യ സുഹൃത്ത് പറഞ്ഞാൽ പിന്നെ അത് അനുസരിക്കാതിരിക്കണം. പ്രത്യേകിച്ച് 24-ൻ്റെ പരിപാടി ആകുമ്പോൾ കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്, ദൈവമൊന്ന്. കുരി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്, ദൈവമൊന്ന്. ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരതഹൃദയമല്ലോ, അദ്വൈത ഭാരത ഹൃദയമല്ലോ. ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരതഹൃദയമല്ലോ, അദ്വൈത ഭാരത ഹൃദയമല്ലോ. സിന്ധുവും ഗംഗയും വൈഗയും നിളയും ഇന്ത്യ തന്നെ അക്ഷയനിധികൾ എന്നെന്നും ഇന്ത്യ തന്നെ ഐശ്വര്യനിധികൾ. കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്, 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 ദൈവമൊന്ന്. താങ്ക് യു. ഇനി ഒരു കാര്യം, നമുക്ക് PCR കാണാം. അതിനു മുമ്പ്
മകൻ കലാകാരനാണ്, അങ്ങ് മന്ത്രിസഭയിലെ കലാകാരനാണ്. ഈ കൊച്ചു കുട്ടികളോട് പ്രത്യേകിച്ചും നമ്മുടെ ലോകത്തുള്ള മലയാളികൾ ഓൺലൈനിലും നമ്മുടെ യൂട്യൂബിലും 24-ൻ്റെ യൂട്യൂബിൽ പ്രേക്ഷകരുടെ എണ്ണം ഓരോ സെക്കൻഡിലും കൂടി വരുന്ന ഒരു കാഴ്ച, അതുപോലെ തത്സമയ സംപ്രേഷണത്തിലൂടെ ഇത് നമ്മുടെ ടെലിവിഷൻ പ്രേക്ഷകർ കാണുന്നു, ഫേസ്ബുക്കിൽ കാണുന്നു. ഈ പ്രേക്ഷകരോട്, ഈ കുട്ടികളോട് എന്താണ് ഒരു കലാകാരനായ മന്ത്രി എന്നുള്ള നിലയിൽ കടന്നപ്പള്ളിക്ക് പറയാനുള്ളത്? തീർച്ചയായും കലാകേരളത്തിൻ്റെ ഉത്കൃഷ്ടമായ ഭാവഹവാദികൾ നിറഞ്ഞു നിൽക്കുന്ന, ആത്മഹർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗമീയതയാണ് ഈ കാഞ്ഞങ്ങാട് സമാരംഭിച്ചുള്ളത്. പതിനായിരക്കണക്കിൽ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന പരിപാടികൾ. നമ്മുടെ റവന്യൂ മന്ത്രി ഈ തട്ടകത്തിൻ്റെ സാമാജികൻ ചന്ദ്രശേഖരൻ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹമാണ് സംഘാടക സമിതിയുടെ ചെയർമാൻ. അതായത് ഞങ്ങളെയൊക്കെ ഇവിടെ ആതിഥേയനായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് റവന്യൂ മന്ത്രിയാണ്. കടന്നപ്പള്ളി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പാണ് ഞാൻ ഇടപെട്ടത്. അദ്ദേഹം കുട്ടികൾക്കുള്ള സന്ദേശം പറഞ്ഞതിന് ശേഷം ഞാൻ റവന്യൂ മന്ത്രിയിലേക്ക് പോകാം. അപ്പോൾ ആ സംഘാടനത്തിൻ്റെ ജനകീയ പങ്കാളിത്തത്തിൻ്റെ ശക്തി ചൈതന്യമാണ് ഇന്നിവിടെ കാണാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ചന്ദ്രശേഖരൻ MLA-യും മന്ത്രിസഭയിലെ കരുത്തനായ മന്ത്രി കൂടിയാണ്. അദ്ദേഹം ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെയായി. അതിന് ദൃശ്യസാക്ഷ്യമാണ് ഇന്ന് കാണാൻ കഴിഞ്ഞ ഈ ജനസഞ്ചയം. കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ണൂരിൽ ഇതുപോലെ ഈ കലാമാമകമുണ്ടായിരുന്നു. അതിൻ്റെ ബൃഹത്തുമായ പരിപാടികളുടെ വലിപ്പം ഇതിൽ കാണാൻ കഴിഞ്ഞതാണ്. അതിനേക്കാളും വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്നു ഇവിടെ. അതിനെ പിറകിൽ പ്രവർത്തിച്ച എൻ്റെ ബഹുമാന്യനായ സഹപ്രവർത്തകനും സുഹൃത്തും എല്ലാമായ ശ്രീ ചന്ദ്രശേഖരൻ്റെ സംഘാടനത്തെയും എല്ലാ സ്രോതസ്സുകളെയും സമാഹരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ രമേശനായിരുന്നാലും രാജനായിരുന്നാലും അങ്ങനെ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ജനപ്രതിനിധികൾ, MLA-മാർ എല്ലാ സ്രോതസ്സുകളെയും ഒരുപോലെ കോർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള അസാമാന്യമായ സംഘടനാ പാഠവും കൂടിയാണ് ഈ ആത്മഹർഷം നിറഞ്ഞ ചടങ്ങിന് കാരണഭൂതമായിട്ടുള്ളത്. കലയും സാഹിത്യവും സംസ്കാരവും ജാതിയും മതവും ഇല്ലാത്തതാണ്. പ്രപഞ്ചത്തോളം പ്രവിശാലമാണ്. മനുഷ്യ മനസ്സിനെ, പ്രത്യേകിച്ച് യുവാക്കളുടെ മനസ്സിനെ പരിഭ്രാന്തമാക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. മദ്യമാകാം, മയക്കുമരുന്നാകാം, ഭീകരവാദമാകാം, തീവ്രവാദമാകാം. പക്ഷേ അത്തരം ലഘുപ്രഭാവങ്ങളെ നിഷ്കാസനം ചെയ്യാൻ കലയ്ക്കും കലാപരിപാടിക്കും സംഗീതത്തിന് കഴിയും എന്നതിൻ്റെ പ്രകടമായ ഒരു അനുഭവ സാക്ഷ്യമാണ് ഈ മേള. അതുതന്നെയാണ് ഒരുപക്ഷെ കാസർഗോഡിൻ്റെ അല്ലെങ്കിൽ ഈ തുളുനാടിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ, ഒരു ആർദ്രതയുടെ, കലയോടുള്ള അഭിനിവേശത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ എല്ലാം കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കൊച്ചിയിൽ നിന്നെത്തിയ അനുജയും എല്ലാവരും, നമ്മുടെ വിൽസും, ഉണ്ണികൃഷ്ണൻ എല്ലാവരും, ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാം ഈ ഒരു കൂട്ടായ്മയിൽ അത്ഭുത പരതന്ത്രരാണ്. ഇതിൻ്റെ എല്ലാം ആതിഥേയനായി, നമ്മുടെ എല്ലാം ഇവിടുത്തെ കാരണവരായി നിൽക്കുന്നത് ഈ ചന്ദ്രശേഖരൻ ആണ്. ഈ ചന്ദ്രശേഖരൻ റവന്യൂ മന്ത്രിയാണ്. ഒരുപക്ഷെ ഈ സംഘാടക സമിതിയുടെ അമരക്കാരൻ. അദ്ദേഹം ഏറ്റവും അവസാനമായാണ് സംസാരിക്കുന്നത്. ആതിഥേയൻ അവസാനമെന്നാണല്ലോ. ചന്ദ്രേട്ട, കാഞ്ഞങ്ങാടുകാർക്ക്, മലബാറുകാർക്ക് ചന്ദ്രശേഖരൻ ചന്ദ്രേട്ടനാണ്. ഒരു പാട്ട് പാടാൻ ഞാൻ നിർബന്ധിക്കുകയാണ്. ഒരു വിപ്ലവഗാനം ആയാലും അതൊഴികെ വേറെ എന്തും ആവാം. എന്താ ചെയ്യാം? പ്രേക്ഷകർക്ക് ആവശ്യം ഒരു പാട്ടാണ്, ഒരു മൂളിപ്പാട്ടെങ്കിലും ദയവ് ചെയ്ത് ചന്ദ്രേട്ടൻ പാടണം. ഇവിടെ കൂടിയ ആളുകളെ പിരിഞ്ഞു പോകാൻ ഞാൻ നിർബന്ധിക്കില്ല. ഞാൻ പാടിയാൽ അവർ പിരിഞ്ഞു പോകേണ്ടി വരും. അപ്പം പാടില്ല എന്ന് ഉറപ്പിച്ചു. കാരണം ആൾക്കാർ പിരിഞ്ഞു പോകുന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കലയും സാഹിത്യവുമായി ചന്ദ്രേട്ടന് വളരെ അടുത്ത ബന്ധമുണ്ട് റവന്യൂ മന്ത്രിക്ക്. ഏതായാലും ഇവിടെ എത്തിയ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന്, കേരളത്തിന് പുറത്തു നിന്ന് പോലും ചില മ്യൂസിഷ്യൻസ്, അതുപോലെ ജഡ്ജിമാരെല്ലാം എത്തിയിട്ടുണ്ട്. അവരോട് ആതിഥേയനായ സംഘാടക സമിതിയുടെ അധ്യക്ഷനായ റവന്യൂ മന്ത്രി എന്താണ് പറയാൻ? 5-6 ആഴ്ചകൾക്ക് മുമ്പ് ആരംഭിച്ച ഈ സംഘാടനം അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അത് പൂർത്തീകരിച്ചു. വേദികളെല്ലാം സജ്ജമായി. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ മത്സരത്തിന് വേണ്ടി വേദികളിൽ അണിനിരന്നു കഴിഞ്ഞു. അവരുടെ കാര്യത്തിൽ ആ വേദികളിൽ തീർച്ചയായും ഒരു തരത്തിലും ഒരു തർക്കത്തിനും ഇടവരാത്ത വിധം അർഹതക്ക് അംഗീകാരം നൽകിക്കൊണ്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഈ കലാമേളയെ വൻപിച്ച വിജയമാക്കുന്നതിന് ജഡ്ജിമാരുൾപ്പെടെയുള്ളവർ സഹകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഒരിക്കലും തർക്കമില്ലാത്ത വിധം, അർഹതക്ക് അംഗീകാരം നൽകത്തക്ക വിധം ഈ പരിപാടികളെ വിലയിരുത്തിക്കൊണ്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ വടക്കൻ കേരളത്തിലെ ജനങ്ങളാകെ ഒത്തുചേർന്നിരിക്കുന്ന ഈ വമ്പിച്ച കലോത്സവം വളരെ വിജയകരമായി നടത്താൻ കഴിയും.
അതിന് എല്ലാവരുടെയും സഹകരണവും സഹായവും ഈ സഹകരണം തന്നെയാണ് നമ്മളെല്ലാവരും നൽകേണ്ടത്.